പറയുന്നതനുസരിച്ച് പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമാണ് തലശ്ശേരിയിലെ പോലീസിന്റെ നിശ്ചയമെങ്കിൽ തിരിച്ചടിക്കും പോലീസിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. കുറെ കണ്ടതാണോ കോൺഗ്രസ്? കുറെ സഹിച്ചതാണോ കോൺഗ്രസ്? കുറെ കടമ്പകൾക്ക് കാവലിരുന്നവരാണോ കോൺഗ്രസ്? കുറെ ആളുകളുടെ അറ്റുപോയ കൈകൾക്കും കാലുകൾക്കും ദൃക്സാക്ഷിത്വം വഹിച്ചവരാ കണ്ണൂരിലെ കോൺഗ്രസ്. കണ്ണൂരിൽ കടന്നു വന്ന പാത സമാധാനത്തിന്റെ പാതയല്ല. ഇടതുപക്ഷം ഉണ്ടാക്കിയ മുഴുവൻ കലാപത്തിനെയും പിടിച്ചു കെട്ടി അതിനെ പ്രതിരോധിച്ച് ഈ ജില്ലയിൽ വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ തളർത്താൻ നിങ്ങൾക്കാവില്ല. പോലീസ് ഉണ്ടായാലും ആവില്ല. നിങ്ങൾ എല്ലാ ചട്ടമ്പിമാരും ഒത്താനും കണ്ണൂരിലെ കോൺഗ്രസിനെ തളർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഈ ആളുകളെ സാക്ഷ്യമെത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് പ്രതിഷേധാർഹമാണ്, അനീതിയാണ്, അക്രമമാണ്. അഞ്ജലിയോടും അഖിലയോടും കൊച്ചുകുഞ്ഞിനോടും പോലീസും കോടതിയും കാണിച്ച ഈ സംഭവം പ്രതിഷേധിക്കണം. പ്രതിഷേധത്തിന്റെ അലയടികൾ ഉണ്ടാവണം. ഞാൻ ഇവിടുത്തെ പോലീസോട് ചോദിക്കട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ എത്ര സംഭവം ഉണ്ടായി? കോൺഗ്രസുകാരുടെ എത്ര കാറുകൾ കത്തിച്ചു? പയ്യന്നൂരിൽ മാത്രം 2 കോളേജ് അധ്യാപകന്മാരുടെ 2 കാറ് കത്തിച്ച് ഭസ്മമാക്കിയില്ലേ നിങ്ങൾ? 4 മോട്ടോർ സൈക്കിൾ കത്തിച്ചില്ലേ? 18 ഓഫീസുകൾ കത്തിച്ചില്ലേ? 10-15 വീടുകൾ തകർത്തില്ലേ? എത്ര പ്രതികളെ പിടിച്ചടോ ഈ ജില്ലയിലെ പോലീസ്? എത്ര പ്രതികളെ പിടിച്ചു? കാറ് മുഴുവൻ കത്തിച്ച ഒരു പ്രതിയെ പോലും കസ്റ്റഡിയിലെടുക്കാൻ നട്ടല് കാണിക്കാത്ത കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ പോലീസ് ദളിത് പെൺകുട്ടിക്കെതിരെ ആക്രോശിക്കാൻ എന്തൊരു തണ്ട, എന്തൊരു തന്നട! ഒതുക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട. ഒതുങ്ങുന്നവരല്ല കോൺഗ്രസ്. കണ്ണൂരിലെ കോൺഗ്രസ് തീയിൽ നിന്നും തീക്കുണ്ടത്തിൽ നിന്നും വളർന്ന പ്രസ്ഥാനമാണ്. CPM-ന്റെ അക്രമങ്ങളെ പ്രതിരോധിച്ചു വളർന്നു വന്ന പ്രസ്ഥാനമാണ്. ഇടതും വളർന്നും നിന്ന ആളുകൾ മരിച്ചു വീഴുമ്പോഴും കണ്ണൂരിലെ കോൺഗ്രസ് തളർന്നിട്ടില്ല. CPM മറക്കല്ല. നിന്റെ വ്യക്തിഗതക്കിരിയായ ഓർമ്മയിൽ ജ്വലിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ, അവരുടെ ഓർമ്മകൾ മനുഷ്യന് പ്രോജ്വലമായ ആവേശം നൽകുന്ന രക്തസാക്ഷികളെ മണ്ണ് ഈ മണ്ണ്. ഞങ്ങൾ തളർന്നിട്ടില്ല. തളർത്താമെന്ന് നിങ്ങൾ കരുതണ്ട. തുടങ്ങിയിട്ടേയുള്ളൂ. പിണറായി വിജയനോട് കണ്ണൂർ ഡൽഹിയിൽ വെച്ച് ചോദിച്ചു പത്രക്കാർ. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഈ സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കണ്ണൂക്കാരൻ, തലശ്ശേരിക്കാരൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നടന്ന ഈ ദളിത് പീഡനം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി. ഒന്നുകിൽ വിജയൻ തിരുത്തണം, ഇല്ലെങ്കിൽ പിണറായി വിജയൻ പറയണം, ഇതാണ് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം. രാഷ്ട്രീയ എതിരാളികളെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ വേദിയിലേക്ക് കടന്നു. ഒന്നുകിൽ പിണറായി വിജയൻ പറയണം, ഇത് നമ്മുടെ പോലീസ് നയമാണ്. എതിരാളികളെ ഏത് നീച പ്രവൃത്തിയിലൂടെയും ഞങ്ങൾ തടക്കും. എതിരാളികളെ പോലീസിനെ ഉപയോഗിച്ച് ഏത് തലത്തിലും തടക്കും. അതാണ് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം. അതല്ല നിങ്ങൾ പ്രസ്താവിക്കാറുണ്ടല്ലോ, എല്ലാ ആളുകൾക്കും സമത്വ തുല്യനീതി, എല്ലാ ആളുകൾക്കും തുല്യ അവസരം. ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തുല്യനീതി? തുല്യനീതി കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്തുണ്ടല്ലോ, അദ്ദേഹം കള്ളവോട്ട് ചെയ്ത്
വിജയിപ്പിച്ച അദ്ദേഹത്തിന്റെ പഞ്ചായത്ത്, പിണറായി പഞ്ചായത്ത് കണ്ടില്ലേ? 12 വോട്ട്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? സ്വന്തം പഞ്ചായത്തിൽ ഒരാൾ 12 വോട്ട് ചെയ്യുന്നത് മാതൃഭൂമി ചാനലിൽ നിങ്ങളൊക്കെ കണ്ടില്ലേ? കള്ള വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. അതിന്റെ അംഗീകാരം നിങ്ങൾക്ക്, അതിന്റെ പുഷ്പകിരീടം പിണറായി വിജയന്റെ തലയില. നിങ്ങൾ ഒന്നുകിൽ പറയണം, ഈ തുല്യനീതി എന്ന് പറഞ്ഞാൽ അത് UDF-കാർക്ക് ബാധകമല്ല, അത് ദളിതുകാർക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ പോലീസ് നയമെന്ന് നിങ്ങൾ ഈ നാടോട് പറയണം. വളർന്ന മണ്ണ് തലശ്ശേരി, രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന മണ്ണ് പിണറായിയുടെ മണ്ണ്, ഈ തലശ്ശേരിയിലെ മണ്ണ് മറക്കണ്ട. ആ മണ്ണിൽ നീതി ലഭിച്ചില്ലെങ്കിൽ പിണറായി വിജയനോട് ഞാൻ പറയട്ടെ, ഈ ജനത്തെ സാധ്യതത്തി നിങ്ങളിൽ നിന്ന് നീതി പിടിച്ചു വാങ്ങാൻ ആരംഭിക്കുന്ന പ്രക്ഷോഭം നിങ്ങൾ കാണേണ്ടി വരും. കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് താക്കീത് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കും. വാക്കുകൾ നിരൂപിക്കുന്നില്ല, ഒരുപാട് ആൾ സംസാരിക്കാനുണ്ട്. പ്രതിഷേധിക്കാം. CPM-ന്റെ പാഠം വിതരണത്തിനും CPM-ന്റെ ചട്ടം വിതരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിന് അഞ്ജനയുടെയും അഖിലയുടെയും സമര പോരാട്ടം നമുക്ക് ഊർജ്ജം പകരട്ടെ. അവിടെ ആത്മവീര്യം തുളുമ്പുന്ന അവിടെ പ്രതികരണങ്ങൾ നമ്മുടെ മനസ്സിന് ശക്തി പകരണം. പോരാട്ടത്തിന്റെ നാളുകൾ മുമ്പിൽ കടന്നു വരുന്നു. ആ പോരാട്ട ഭൂമിയിൽ ഓരോ ആളുകളും മനസ്സുകൊണ്ട് കരുത്താർജിക്കാൻ തലശ്ശേരിയിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രതികരിച്ച് കർത്തുറുങ്കിൽ പോയ അഖിലയുടെയും അഞ്ജലിയുടെയും പ്രവൃത്തി നമുക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരധ്യായമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ കുട്ടികളുടെ പോരാട്ടത്തിനും സഹനശക്തിക്കും അവരുടെ കരുത്തിനും മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഈ സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കണ്ണൂക്കാരൻ, തലശ്ശേരിക്കാരൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നടന്ന ഈ ദളിത് പീഡനം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി. ഒന്നുകിൽ വിജയൻ തിരുത്തണം, ഇല്ലെങ്കിൽ പിണറായി വിജയൻ പറയണം, ഇതാണ് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം. രാഷ്ട്രീയ എതിരാളികളെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ വേദിയിലേക്ക് കടന്നു. ഒന്നുകിൽ പിണറായി വിജയൻ പറയണം, ഇത് നമ്മുടെ പോലീസ് നയമാണ്. എതിരാളികളെ ഏത് നീച പ്രവൃത്തിയിലൂടെയും ഞങ്ങൾ തടക്കും. എതിരാളികളെ പോലീസിനെ ഉപയോഗിച്ച് ഏത് തലത്തിലും തടക്കും. അതാണ് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം. അല്ല, അതല്ല നിങ്ങൾ പ്രസ്താവിക്കാറുണ്ടല്ലോ, എല്ലാ ആളുകൾക്കും സമത്വ തുല്യനീതി, എല്ലാ ആളുകൾക്കും തുല്യ അവസരം. ഇതാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തുല്യനീതി കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്തുണ്ടല്ലോ, അദ്ദേഹം കള്ളവോട്ട് ചെയ്ത് വിജയിപ്പിച്ച അദ്ദേഹത്തിന്റെ പഞ്ചായത്ത്, പിണറായി പഞ്ചായത്ത് കണ്ടില്ലേ? 12 വോട്ട്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? സ്വന്തം പഞ്ചായത്തിൽ ഒരാൾ 12 വോട്ട് ചെയ്യുന്നത് മാതൃഭൂമി ചാനലിൽ നിങ്ങളൊക്കെ കണ്ടില്ലേ? കള്ള വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയായ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. അതിന്റെ അംഗീകാരം നിങ്ങൾക്ക്, അതിന്റെ പുഷ്പകിരീടം പിണറായി വിജയന്റെ തലയില. നിങ്ങൾ ഒന്നും നട്ടല് കാണിക്കാത്ത കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ പോലീസ് ദളിത് പെൺകുട്ടിക്കെതിരെ ആക്രോശിക്കാൻ എന്തൊരു തണ്ട, എന്തൊരു തന്നട. ഒതുക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട. ഒതുങ്ങുന്നവരല്ല കോൺഗ്രസ്. കണ്ണൂരിലെ കോൺഗ്രസ് തീയിൽ നിന്നും തീക്കുണ്ടത്തിൽ നിന്നും നടന്ന പ്രസ്ഥാനം.
സിപിഎമ്മിന്റെ അക്രമങ്ങളെ പ്രതിരോധിച്ചു വളർന്നു വന്ന പ്രസ്ഥാനമാണ്. ഇടതും വലതും നിന്ന് ആളുകൾ മരിച്ചു വീഴുമ്പോഴും കണ്ണൂരിലെ കോൺഗ്രസ് തളർന്നിട്ടില്ല. സിപിഎം മറക്കല്ല. നിന്റെ വ്യക്തിഗതക്കിരയായ ഓർമ്മയിൽ ജ്വലിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ അവരുടെ ഓർമ്മകൾ മനുഷ്യന് പ്രോത്സാഹനമായ ആവേശം നൽകുന്ന രക്തസാക്ഷികളെ മണ്ണ് ഈ മണ്ണ്. ഞങ്ങൾ തളർന്നിട്ടില്ല. തളർത്താമെന്ന് നിങ്ങൾ കരുതണ്ട. തുടങ്ങിയിട്ടേ ഉള്ളൂ. പിണറായി വിജയനോട് കണ്ണൂർ ഡൽഹിയിൽ വെച്ച് ചോദിച്ചു പത്രക്കാർ. അദ്ദേഹം അറിഞ്ഞു പ്രതിഷേധാർഹമാണ്, അനീതിയാണ്, അക്രമമാണ്. അഞ്ജലിയോടും അഖിലിയോടും കൊച്ചുകുഞ്ഞിനോടും പോലീസും കോടതിയും കാണിച്ച ഈ സംഭവം പ്രതിഷേധിക്കണം. പ്രതിഷേധത്തിന്റെ അണിയടികൾ ഉണ്ടാവണം. ഞാൻ ഇവിടുത്തെ പോലീസോട് ചോദിക്കട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ എത്ര സംഭവം ഉണ്ടായി? കോൺഗ്രസുകാരുടെ എത്ര കാറുകൾ കത്തിച്ചു? പയ്യന്നൂരിൽ മാത്രം 2 കോളേജ് അധ്യാപകന്മാരുടെ 2 കാറ് കത്തിച്ചു ഭസ്മമാക്കിയില്ലേ നിങ്ങൾ? 4 മോട്ടോർ സൈക്കിൾ കത്തിച്ചില്ലേ? 18 ഓഫീസുകൾ കത്തിച്ചില്ലേ? 10-15 വീടുകൾ തകർത്തില്ലേ? എത്ര പ്രതികളെ പിടിച്ചതോ ഈ ജില്ലയിലെ പോലീസ്? എത്ര പ്രതികളെ പിടിച്ചു? കാറ് മുഴുവൻ കത്തിച്ച ഒരു പ്രതിയെ പോലും കസ്റ്റഡിയിലെടുക്കാനില്ല. സിപിഎമ്മിന്റെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമാണ് തലശ്ശേരിയിലെ പോലീസിന്റെ നിശ്ചയമെങ്കിൽ തിരിച്ചടിക്കും. പോലീസിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. കുറെ കണ്ടതാണോ കോൺഗ്രസ്? കുറെ സഹിച്ചതാണോ കോൺഗ്രസ്? കുറെ കടമ്പകൾക്ക് കാവലിരുന്നവരാണോ കോൺഗ്രസ്? കുറെ ആളുകളുടെ അറ്റുപോയ കൈകൾക്കും കാലുകൾക്കും ദൃക്സാക്ഷിത്വം വഹിച്ചവരാ കണ്ണൂരിലെ കോൺഗ്രസ്. കണ്ണൂരിൽ കടന്നു വന്ന പാത സമാധാനത്തിന്റെ പാതയല്ല. ഇടതുപക്ഷം ഉണ്ടാക്കിയ മുഴുവൻ കലാപത്തിനെയും പിടിച്ചു കെട്ടി അതിനെ പ്രതിരോധിച്ച് ഈ ജില്ലയിൽ വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ തളർത്താൻ നിങ്ങൾക്കാവില്ല. പോലീസ് ഉണ്ടായാലും ആവില്ല. നിങ്ങൾ എല്ലാ ചട്ടമ്പിമാരും ഒത്താലും കണ്ണൂരിലെ കോൺഗ്രസിനെ തളർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഈ ആളുകളെ സാക്ഷ്യം നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട്